ഹലോ. ഒരു ചായ കുടിയും കഴിഞ്ഞിട്ട് ഉണ്ണിവാവേനെ ഉറക്കി ഒരു കുളിസീൻ കാണാൻ പോകാൻ നിൽക്കുവാണ് കേട്ടോ. കുളിസീൻ കാണാൻ പോണതിന് മുമ്പ് ഉണ്ണിവാവ ഉറങ്ങണം, ഇല്ലെങ്കിൽ ഉണ്ണിവാവേനെ ഉറക്കുകയില്ല എന്ന് പറഞ്ഞ കാരണം കയറി വേഗം കിടന്ന് ഉറങ്ങുക. പോണ വഴി ഉണ്ണിവാവയുടെ സ്പെഷ്യൽ പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവനേക്കാൾ മുന്നേ ഞാൻ ഉറങ്ങി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങി. എന്നിട്ട് ഞങ്ങൾ ഇതേ പോകുവാണ് കേട്ടോ. ആ, എന്താ യാത്രയുടെ ഒരു പവർ എന്നറിയോ. ആശാന്മാരുണ്ട്, പക്ഷെ ക്യാമറയിൽ ഞാൻ എടുത്ത വീഡിയോയുടെ തല തിരിഞ്ഞു പോയത് കൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത്. കണ്ട ഉണ്ണിസാറിൻ്റെ ഒരു സന്തോഷം. അച്ചച്ച വന്നില്ലായിരുന്നു കേട്ടോ. പോണ വഴി മഴയൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ദേ ആ സ്ഥലത്തേക്ക് എൻട്രി ആയിരിക്കുന്നു. എന്ത് മനോഹരമായ സ്ഥലം. ഇനി ഇങ്ങനെ ഡയലോഗൊക്കെ പറഞ്ഞ് പറയാനൊന്നും അറിയത്തില്ല. മൊത്തത്തിൽ നല്ല അടിപൊളിയുള്ള വൈബാണ്. അങ്ങനെ പോയി 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 കാടും മേടും പിന്നെ നമ്മുടെ സ്വന്തം തേയിലത്തോട്ടങ്ങളും കടന്ന് കൊടും കാടാട്ടോ ചുറ്റും സൈഡിൽ ഇങ്ങനെ കാണുന്ന പോലെ ഒന്നുമല്ല കേട്ടോ. കാണുമ്പോൾ നമുക്കൊരു ഒരു ഒരു എന്താ പറയുക, ഭാർഗവി നിലയത്തിലൂടെ പോകുന്ന ഫീലൊക്കെയാണ്. സംഭവം എന്താണെങ്കിലും അടി, പക്ഷെ കാടിൻ്റെ വൈബ് ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ പൊളി സ്ഥലമാണ് കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം മാങ്കുളം. അവിടെ ഉണ്ടല്ലോ ഒരു ആനക്കുളമുണ്ട്. നമ്മുടെ ആനക്കുട്ടന്മാർ അവിടെ വന്ന് വെള്ളം കുടിക്കും. അവിടെ ഒരു പ്രത്യേകത ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഏതോ ഒരു കുഴിയുണ്ട് അവിടെ. ആ കുഴിക്കകത്ത് വന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആ വെള്ളത്തിന് ഒരു പ്രത്യേക ഉപ്പുരസം ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. പിന്നെ വേറെ ചിലർ പറയുന്നുണ്ട് അവിടെ പട്ടയുടെ രുചിയാന്നും ബ്രാൻഡിയുടെ ടേസ്റ്റാന്നൊക്കെ പറയുന്നു. ഇതിൽ നമ്മുടെ പാവ ആനക്കുട്ടന്മാരെയും എന്താ പറയാ, വെറുതെ മോശം വർത്താനം അവരെക്കുറിച്ച് പറയുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ദേണ്ടേ ആനക്കുട്ടന്മാർ 4 പേരുണ്ടായിരുന്നു കേട്ടോ. എല്ലാം പെണ്ണാനക്കുട്ടന്മാരാണ്. ആനക്കുട്ടന്മാരെ സംരക്ഷിക്കുന്ന അമ്മമാരാണ് കേട്ടോ ബാക്കിയുള്ളവർ. കുഞ്ഞ് ആനക്കുട്ടനെ കണ്ട, അവനെ ആദ്യം ഞങ്ങൾ കണ്ടില്ലായിരുന്നേ. മുങ്ങി നീരാടി കുളിക്കാനായിട്ട് വന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ അവിടെ ഒരു 5:45 6 മണിയായപ്പോഴാണ് എത്തിയത്. കണ്ട ചെളി പിടിച്ചിരിക്കുന്ന കാട്ടാനച്ചേട്ടന്മാരാ. എന്താണ് അവരെയൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് തിരിച്ചു പോന്നു. അപ്പോഴത്തേക്കും കണ്ടോ മഴക്കാറും കോടയും കയറി വന്നത്. കണ്ണ് കാണാൻ പാടില്ലാത്ത പോലെ കോട കയറി കയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇരുട്ടും മുമ്പ് നമുക്ക് വീട് പറ്റണം, ഇല്ലെങ്കിൽ പോന വഴിക്ക് പടയപ്പച്ചേട്ടൻ കാട്ടാനച്ചേട്ടനെ ഞങ്ങളുടെ വഴിയിലേ തടസ്സമായിട്ട് വരും. അതുകൊണ്ട് ഞങ്ങൾ നല്ല ഫാസ്റ്റായിട്ട് വണ്ടി വിട്ടു. അപ്പോഴത്തേക്കും നല്ല മഴയൊക്കെ വന്നു തുടങ്ങിയായിരുന്നു. കോട കയറി ദേ മഴ തുടങ്ങി. ടാറ്റാ, ഗുഡ് നൈറ്റ്.